ഇക്ഷ്വാകുനന്ദനം സുഗ്രീവപൂജിതം ത്രൈലോക്യരക്ഷകം സത്യസന്ധം സദാ രാഘവം രഘുപതിം രാജീവലോചനം രാമചന്ദ്രം ഭജേ രാഘവേന്ദ്രം ഭജേ. ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ജയ. ആഞ്ജനേയ സ്വാമിക്ക് ജയ. ബ്രഹ്മാദിയോഗിമനിദേവിതസിദ്ധമന്ത്രം ദാരിദ്ര്യ ദുഃഖ ഭവരോഗ വിനാശമന്ത്രം സംസാരസാഗര സമുദ്ധരണൈകമന്ത്രം വന്ദേ മഹാഭയഹരം രഘുരാമമന്ത്രം. അപ്പൊ ഇന്നലെ എന്താ നമ്മള് അച്ഛനെ കാണാൻ പോകുമ്പോൾ അച്ഛൻ നിലത്തിങ്ങനെ വീണെടുക്കുന്നതല്ലേ രാമചന്ദ്രൻ കാണുന്നത്. വല്ലാത്ത സങ്കടം വന്നിട്ട് പറയാൻ കഴിഞ്ഞില്ല. അച്ഛൻ്റെ മുഖത്ത് നോക്കുമ്പോഴേക്കും മുഖം അല്ലാതെ കരുവാളിക്കിരുന്നു. പ്രസന്നത എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇല്ലായിരുന്നു. കരയുകയും ഞരങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ചക്രവർത്തി തലയുയർത്തി രാമനിൽ അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ പതിച്ചു. താൻ പറയുവാൻ ആഗ്രഹിച്ച യാതൊന്നും പറയാൻ അദ്ദേഹത്തിന് നാവിന് ശക്തി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കണ്ണീർ ധാരധാരയായി ഒഴുകുകയാണ്. മഹാരാജാവിന്റെ യാതൊരു ഭാവവും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. രാമൻ അതിനു മുമ്പ് ഒരിക്കലും ഇത്ര ദയനീയമായ രംഗം കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭാവത്തിൽ അനുഭവത്തിൽ പെട്ടിരുന്നുമില്ല. അവിടുന്ന് ഉത്കണ്ഠാപൂർണനായി ഹരി ശ്രീരാമചന്ദ്രൻ അദ്ദേഹം അച്ഛന്റെ സമീപം ക്ഷണത്തിൽ ചെന്നു. അദ്ദേഹത്തിന്റെ 2 പാദങ്ങളും തന്റെ കൈകളിൽ എടുത്തു വെച്ച് പറഞ്ഞു, എന്നോട് പറയൂ അച്ഛ, എന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത്? ഇതിന്റെ ഹേതു എന്ത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സാധ്യമാവുന്ന ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാക്കാൻ ശ്രമിക്കാം. എന്റെ ദുഃഖം അകറ്റാനായി ആനന്ദം വീണ്ടും കിട്ടുന്നതിന് ഞാൻ എന്റെ ജീവൻ പോലും സമർപ്പണം ചെയ്യാൻ. പറയും, എന്താണ് ഈ ദുഃഖത്തിന് കാരണം എന്ന് രാമൻ ചോദിക്കുകയാണ്. ആ സമയത്ത് വല്ലാതെ വികാരഭരിതനായി പോയി അച്ഛൻ. രാമ എന്ന് മാത്രം വിളിച്ചു. ഒന്നും പറയാൻ കഴിയുന്നില്ല. പൊട്ടി 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 കരയുന്നത്. അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായി. തമാശപ്പിക്കാനായി രാമൻ ശ്രമിച്ചുവെങ്കിലും ദശരഥന് ശോകം വർദ്ധിക്കുകയാണുണ്ടായത്. അദ്ദേഹം ധൈര്യം സമാഹരിച്ച് അച്ഛനെ ശകാരിച്ചു. എന്താണിതൊക്കെ? എന്നിൽ ധൈര്യം പകരേണ്ട ആളാണ് അങ്ങ്. അതിനു പകരം അങ്ങ് വിലപിക്കുകയും പുലമ്പുകയും ചെയ്ത് ഞങ്ങളിൽ ഭീതി നിറക്കുന്നു. ഇത് ശരിയല്ല. സന്തോഷിക്കേണ്ട അവസരമല്ലേ? പക്ഷെ അതങ്ങ് ദുഃഖനിർഭരനാവുന്നത് ധർമ്മമാണോ അച്ഛ? ഇത് ശരിയാണോ? ഈ ദിവസം വരെ അങ്ങേക്ക് ക്രോധമുണ്ടാകുമ്പോഴും അസ്വാസ്ഥ്യമുണ്ടാകുമ്പോഴും ഞാൻ വന്നു കഴിഞ്ഞാൽ നിമിഷത്തിനുള്ളിൽ എല്ലാ ദുഃഖ ലക്ഷണങ്ങളും അച്ഛന് മാറിപ്പോകാറുണ്ടായിരുന്നു. ആനന്ദം കൊണ്ട് പ്രശോഭിക്കുമായിരുന്നല്ലോ അച്ഛന്റെ മുഖം. അടുത്ത് പിടിച്ചു നിർത്തിയാൽ അങ്ങേക്ക് ശാന്തി ഉണ്ടാവുക പതിവായിരുന്നില്ലേ അച്ഛ? അങ്ങ് എന്നോട് പറയുകയില്ലേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുമോ? ഞാനത് വീഴ്ച വരുത്താതെ ചെയ്യാം. എന്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാൽ ഞാനവ പരിഹരിച്ചേക്കാം അച്ഛ. ദുഃഖിക്കാതിരിക്കുക, സംശയിക്കുകയോ മടിക്കുകയോ വേണ്ട. എന്ത് പറയാനും അച്ഛൻ മടിക്കണ്ട. അച്ഛന്റെ മകനോട് എന്ത് പറയാം അച്ഛന്? സ്നേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ അച്ഛ. ഞാൻ ആജ്ഞയെ ആദരിക്കും. അങ്ങനെ ദുഃഖ നിമഗ്നനാവുന്നത് അങ്ങേക്കോ എനിക്കോ സാമ്രാജ്യത്തിനോ നല്ല ശകുനമല്ല. ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ട് രാമൻ കൈകേയിയുടെ നേരെ തിരിഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു, മാതാവ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അമ്മ പറയൂ എന്നോട്, അച്ഛൻ പറയുന്നില്ല. ഇത്തരം ശോകം അച്ഛന് വരുത്തി വെച്ച അഭിഷപ്തനായ മഹാപാപി ആരാണെന്ന് അമ്മ എന്നോട് പറയൂ. അച്ഛൻ എന്നെ കാണേണ്ട താമസം പ്രേമപൂർവ്വം വിളിച്ചടുപ്പിച്ച് നിർത്തി ഓമനിച്ച് താലോലിക്കുമായിരുന്നല്ലോ അമ്മേ. ഇപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കുക കൂടി ചെയ്യുന്നില്ലല്ലോ. എന്താണിങ്ങനെ? അദ്ദേഹം ഒരക്ഷരം ഉരിയാടുന്നില്ലല്ലോ അമ്മേ. എന്നിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്നു. എന്നാൽ കുറ്റമോ തെറ്റോ എന്റേതാണെങ്കിൽ അതിനനുയോജ്യമായ ഏത് ശിക്ഷ ഏൽക്കാനും ഞാൻ തയ്യാറാണ്. എനിക്ക് അച്ഛൻ സന്തുഷ്ടനാൽ മാത്രം മതി. അഥവാ അദ്ദേഹത്തെ വല്ല രോഗവും ബാധിച്ചിട്ടുണ്ടോ അമ്മേ? അല്ലെങ്കിൽ എൻ്റെ ഭ്രാതാക്കളായ ഭരതശത്രുഘ്നന്മാർ ഏതെങ്കിലും വിഷമ വാർത്ത അയച്ചിട്ടുണ്ടോ? അവർ സുഖമായിരിക്കുന്നു അല്ലേ? കൗസല്യ മാതാവിനും സുമിത്രാ മാതാവിനും
സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഈ കൈകേയിയോട് പറയാണ് ചെയ്യുന്നത്. പിതാവിന്റെ പ്രാണവേദനയുടെ കാരണം മനസ്സിലാക്കാൻ സാധിക്കാത്തതൊന്നും ശോകാകുലനായിരിക്കുകയാണ് അമ്മേ. എത്ര ദുഷ്കരമായാലും അദ്ദേഹത്തിന് ആനന്ദം തിരിച്ചു കിട്ടുന്നതിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ ചെയ്യാം. അദ്ദേഹത്തിന്റെ ആജ്ഞ എത്ര വേദനാജനകമായാലും ഏറ്റവും ഭക്തിയോടെ നമ്രശിരസ്കനായി ഞാൻ പരിപൂർണമായി നിറവേറ്റും അമ്മേ. ജനിച്ചതാരായാലും ജനനത്തിന് കാരണം അച്ഛനല്ലേ? അതുകൊണ്ട് അച്ഛൻ എല്ലാവരുടെയും കാണപ്പെട്ട ദൈവമാണ്. ഈ സുഖത്തിൽ നിന്നും അതീതമായി ഞാൻ ഒന്നും കൊതിക്കുന്നില്ല. എന്റെ നേരെ കരുണ കാണിക്കൂ. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ അമ്മേ. എന്തെങ്കിലും സംഭവം ഹേതുവായി അങ്ങയുടെ ആത്മാഭിമാനത്തിന് ഹാനി വന്നിട്ടുണ്ടോ? ഇതിന്റെ ഫലമായി അങ്ങ് അച്ഛനോട് എന്തെങ്കിലും കഠിന വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ അമ്മ അച്ഛൻ്റെ ഇച്ഛക്കെതിരായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയോ അമ്മേ? കൗസല്യ മാതാവ് അങ്ങനെ ഒരിക്കലും പ്രവർത്തിക്കുകയില്ലെന്ന് എനിക്കറിയാം. മാതാവോ, എനിക്ക് അവരെ പറ്റി കൂടുതൽ തീർച്ചയുണ്ട്. അവരൊരിക്കലും അത്തരം പ്രവർത്തനം തീരെ ചെയ്യുകയില്ല. ഈ രണ്ടുപേരും വിഡ്ഢിത്തം കൊണ്ട് അങ്ങനെ പലതും ചെയ്താൽ കൂടി അച്ഛൻ എത്രയും കൊടിയ വേദനയോടുകൂടി വിലപിക്കുകയും തീർച്ചയാണ്. ഈ ദുസ്ഥിതിക്ക് വളരെ ഗൗരവമുള്ള വല്ല കാരണം ഉണ്ടായിരിക്കണം. അതെന്താണെന്ന് പറയാൻ അച്ഛൻ മടിക്കുമ്പോൾ അമ്മയ്ക്ക് എന്നോട് പറഞ്ഞ് എൻ്റെ ദുഃഖത്തിന് ആശ്വാസം നൽകുവാൻ കഴിയും. അമ്മ പറയൂ. ഇത്രയും കരുണയായി തന്നോട് അഭ്യർത്ഥിക്കുന്ന രാമനെ നോക്കി കൈകേയി ദയയുടെയും സംയമനത്തിന്റെയും കാര്യങ്ങൾ അവഗണിച്ചു. അസന്നിഗ്ധമായി വരാവുന്ന ആപത്തുകളെയും തീരെ അവഗണിച്ചു. താൻ പറയുന്ന വാക്കുകൾ കേട്ടാൽ ദുരിതത്തിന്റെ കൂടുതൽ അഗാധതയിലേക്ക് ഭർത്താവ് തള്ളപ്പെടുമെന്ന കാര്യവും ശ്രദ്ധിച്ചില്ല. അത് പറയാമോ അതല്ല പറയാതിരിക്കുകയാണ് ഭേദം എന്നൊന്നും അന്വേഷിക്കാൻ അവർ നിന്നില്ല. ക്ഷണികമായ വർത്തമാനകാലത്തെയും വരാനിരിക്കുന്ന ഭാവിയെയും തമ്മിൽ വിവേചിച്ചില്ല അവർ. പ്രേമത്തിന്റെ അവകാശങ്ങളെ തൂത്തുമാറ്റി നൈസർഗികമായ കുലീനതയും മാതൃകായോഗ്യമായ അന്തസ്സ് പരിത്യജിച്ചു. എന്നിട്ട് പറയുകയാണ്, രാമ കേൾക്കും. വർഷങ്ങൾക്ക് മുമ്പ് ദേവാസുരയുദ്ധം നടന്നുകൊണ്ടിരിക്കെ നിന്റെ പിതാവ് അതിക്രൂരമായ അസുരബാണങ്ങളെ കൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന് അസഹ്യമായ വേദനയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു ആരോഗ്യത്തിലേക്കും സുഖത്തിലേക്കും നയിച്ചു. അദ്ദേഹം എന്റെ ത്യാഗവും സേവനവും വിലമതിച്ച് 2 വരങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ആവശ്യമുള്ള ഒരേ ഒരു കാര്യം അദ്ദേഹത്തിന്റെ രോഗവിമുക്തിയും വിജയവുമാണെന്ന് തോന്നിയതിനാൽ ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു വരത്തിനും ആഗ്രഹിക്കുന്നില്ല പ്രഭു. വാഗ്ദത്തം ചെയ്യപ്പെട്ട വരങ്ങൾ ഞാൻ പിന്നീട് ആവശ്യം തോന്നുമ്പോൾ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് വാങ്ങാൻ പറ്റുമെന്നല്ല ഈ കൈകേയി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിന്റെ പിതാവ് പറഞ്ഞു, ശരി, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും 2 വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളൂ. ഞാൻ തീർച്ചയായും അവ നൽകി നിന്റെ ആഗ്രഹം നിറവേറ്റാം. ഈ വരങ്ങൾക്ക് കാലാവധിയില്ല. യാതൊരു ഉപാധിയാലും അവബന്ധിതവുമല്ല. നീ എപ്പോൾ ചോദിച്ചാലും ഏത് വരങ്ങളായാലും ഞാൻ തരുന്നതാണെന്ന് നിന്റെ അച്ഛൻ എന്നോട് പ്രതിജ്ഞ ചെയ്തിരുന്നു രാമ. ഇക്ഷ്വാകുവംശ രാജാക്കന്മാർ ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കാറില്ലെന്ന് നിനക്കറിയാമല്ലോ. പരക്കെ അറിയുന്ന ആ വസ്തുതയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ ആ 2 വരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, എന്റെ മകൻ ഭരതനെ ചക്രവർത്തിയായി വാഴിക്കണം. രണ്ടാമത്തേത്, നിന്നെ ദണ്ഡകാരണ്യത്തിലേക്ക് 14 കൊല്ലത്തെ വനവാസത്തിനയക്കണം. അതിന്റെ ഫലമായിട്ടാണ് നിന്റെ അച്ഛനെ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്തിനധികം വിശദീകരിക്കണം? ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മിതപ്പെടുത്തുകയും പിൻവലിക്കുകയും ഇല്ല. പറഞ്ഞതാണ് ഞാൻ. നിന്റെ പിതാവ് സത്യസന്ധനാണെങ്കിൽ നീയും സത്യസന്ധനാണെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മാന്തോലൊടുത്ത് ജടാമകുടവുമായി ദണ്ഡകാരണ്യത്തിലേക്ക് പോവുക. 14 വർഷം വനത്തിൽ കഴിയുക. അമ്മ, നീ അദ്ദേഹത്തിന്റെ ജീവശ്വാസമായിരിക്കെ നിന്നെ നാട് കടത്തുന്നതിന് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. കാട്ടിൽ പോകണമെന്ന് നിന്നോട് പറയാൻ അദ്ദേഹത്തിന് മടിയുണ്ട്. നീ തെറ്റിദ്ധരിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അതാണ് ഈ ദുഃഖത്തിന് കാരണം രാമ. മറ്റൊരു വിപത്തും പ്രളയവും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ നിസ്സാര സംഗതി വളരെ വലുതാക്കി കാണിക്കുകയും ഒരു മഹാവിപത്ത് നമ്മെ ബാധിച്ചിട്ടുണ്ടെന്ന പോലെ പെരുമാറുന്നതും അർത്ഥമില്ലാത്തതാണ് രാമ. അച്ഛന് നിറവേറ്റാൻ വിഷമമായ ഒരു പ്രതിജ്ഞ അച്ഛൻ്റെ തനി പ്രതിരൂപമായ മകൻ നിറവേറ്റാൻ തീരുമാനിച്ചാൽ മാത്രമേ വാഗ്ദത്ത ലംഘന പാപത്തിൽ നിന്നും അച്ഛനെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ
പ്രതിജ്ഞ ചെയ്ത ആളും ആ ആളുടെ മകനും രണ്ടുപേരും അത് അവഗണിക്കുകയാണെങ്കിൽ അപ്പോൾ അച്ഛന് കൊടിയ അധപ്പതനത്തിന്റെ വിധിയെ നേരിടേണ്ടതുണ്ട്. ഇതൊന്നും നിനക്കറിയായികയില്ല, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കരുതിക്കൂട്ടി കഠിന ഹൃദയത്തോടുകൂടി ഉച്ചരിക്കപ്പെട്ട ആ വാക്കുകൾ ഒരു തരത്തിൽ രാമന് ബാധിച്ചില്ല. ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന പുഞ്ചിരിയോട് അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ കാരണത്തിന് അച്ഛൻ കരയുന്നത് ശരിയല്ല അച്ഛ. കൈകേയിയുടെ പദ്ധതി അംഗീകരിച്ചു എന്ന് സൂചിപ്പിക്കുന്നത് പോലെ രാമൻ ശിരക്കമ്പം ചെയ്തു. പക്ഷേ ഈ സംഭാഷണം ദശരഥന്റെ ചെവിയിൽ പതിച്ച സമയത്ത് അദ്ദേഹത്തിന് തന്റെ ഹൃദയം ഉള്ളിൽ നിന്ന് നീർന്ന് മുറിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം അങ്ങേയറ്റത്തെ പ്രാണവേദനയാൽ ഉരുളുകയും ഞരങ്ങുകയും ചെയ്തു. രാമൻ കൈകേയിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, അമ്മേ, അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കും. പിതാവ് ചെയ്ത വാഗ്ദത്തം ഞാൻ സാധനം സ്വീകരിക്കുന്നു. അച്ഛൻ എന്നെ അടുത്ത് പിടിച്ച പ്രേമത്തോടുകൂടി ഇതുവരെ ചെയ്യാറുള്ളത് പോലെ വാത്സല്യപൂർവ്വം സംസാരിച്ച് എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ശരി, നീ അത് അർഹിക്കുന്നില്ലെന്നും അതിനാവശ്യമായ ഗുണോത്കർഷം നീ ഇതുവരെ നേടിയിട്ടില്ലെന്നും എന്നോട് പറഞ്ഞാൽ ഞാൻ ശങ്കയില്ലാതെ തുല്യമായ ആനന്ദത്തോടും സംതൃപ്തിയോടും കൂടെ സ്വീകരിക്കും. കാരണം എപ്പോഴും എനിക്ക് ഏറ്റവും വലിയ നന്മയെ ആശംസിക്കാറുള്ളൂ അമ്മ. അദ്ദേഹം എപ്പോഴും എന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അച്ഛൻ അദ്ദേഹം ഋഷിയാണ്. അദ്ദേഹം എനിക്ക് അച്ഛൻ മാത്രമല്ല, ഏറ്റവും ഉത്കൃഷ്ടമായ മാർഗം പഠിപ്പിക്കുന്ന ഗുരുവുമാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ പിതാവും ഗുരുവുമായ അദ്ദേഹത്തിന് ആനന്ദം നൽകുന്നതിലപ്പുറം ഏത് വിശിഷ്ടമായ ഉത്തരവാദിത്വവും ധർമ്മവുമാണ് അമ്മ എനിക്കുള്ളത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛൻ്റെ വാക്ക് പാലിക്കുക എന്നതാണ്. അച്ഛൻ പറയാതെ തന്നെ ചെയ്യുന്നതാണ് ഉത്തമനായ പുത്രൻ. അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നത് മധ്യമനായ പുത്രനാണ് അമ്മേ. അച്ഛൻ പറഞ്ഞാലും ചെയ്യാത്തത് അച്ഛൻ്റെ പിത്രോർ മലമെന്ന് ചൊല്ലുന്നു. അച്ഛൻ്റെ മലത്തിന് തുല്യമാണ് അങ്ങനെയുള്ള പുത്രൻ. എനിക്ക് അങ്ങനെയുള്ള പുത്രനാവാൻ ഇഷ്ടമല്ല അമ്മേ. ഞാൻ അറിഞ്ഞിട്ട് തന്നെ ചെയ്യേണ്ടതായിരുന്നു. പറഞ്ഞിട്ടെങ്കിലും ഞാനത് ചെയ്യാൻ താല്പര്യപ്പെടുന്നു അമ്മേ. ഞാൻ എന്തായാലും എൻ്റെ ധർമ്മമാണത്. ഭരതൻ അഭിഷിക്തനാവുന്ന എനിക്ക് അത്യാനന്ദം ഉണ്ടാകും. ദണ്ഡകാരണ്യത്തിൽ കഴിക്കുന്ന 14 വർഷവും ഞാൻ അളവറ്റ ആനന്ദം അനുഭവിക്കും അമ്മേ. 14 വർഷം മാത്രമല്ല, അച്ഛൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ജീവിതകാലം മുഴുവൻ കാട്ടിൽ കഴിയാൻ ഞാൻ സന്നദ്ധനാണ്. പക്ഷേ ഈ 2 മരങ്ങളെ പറ്റി സംസാരിക്കാൻ അച്ഛൻ മടിക്കുന്നത് എന്താണ്? എന്തിനാണ് അച്ഛനിങ്ങനെ മടി? അതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാതിരിക്കുമോ? മാതാപിതാക്കന്മാരുടെ ദാസനും സഹായകനുമാണ് രാമൻ, എതിരാളിയല്ല. അച്ഛന് ലഭിച്ച ഈ ശരീരം അച്ഛന്റെ സേവനത്തിന് മാത്രമായി സമർപ്പിക്കപ്പെടുന്നതിലധികം ഉത്കൃഷ്ടതരമായി എന്ത് കൃതജ്ഞതാകർമ്മമാണുള്ളത്? ഞാനത് ആനന്ദപൂർവ്വം അർപ്പിക്കും. അതാരെങ്കിലും പറഞ്ഞു കേട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവനല്ല രാമൻ. അമ്മേ, കിരീടധാരണം നടത്തേണ്ടത് ഭരതനാണെന്ന് അങ്ങ് എന്തുകൊണ്ട് എന്നോട് പ്രസ്താവിച്ചില്ല? ഞാനും എൻ്റെ ഭ്രാതാവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അമ്മ എന്താണ് ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിൽ കരുതിയത്? ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രത്യേകതയും ഞങ്ങൾ കാണുന്നില്ല അമ്മേ. എന്തിനാണ് അമ്മ ഇത് നിന്റെ അച്ഛന്റെ കൽപ്പനയാണെന്ന് പറയുന്നത്? ഞാൻ എപ്പോഴെങ്കിലും അമ്മയുടെ ആജ്ഞ ധിക്കരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അമ്മ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും ഞാനത് മടിക്കാതെ നിറവേറ്റാറുണ്ട്. അത് അമ്മക്ക് തന്നെ അറിയുന്ന കാര്യമല്ലേ. ഞാൻ ഇന്ന് തന്നെ വനത്തിലേക്ക് പോകാൻ അയോധ്യ വിടുകയാണ് അമ്മേ. പിതാമഹന്റെ വീട്ടിൽ നിന്ന് ഭരതനെ വരുത്താനായി ശരിയായ ദൂതന്മാരെ അങ്ങോട്ട് അയക്കുക. അവൻ ഏറ്റവും വേഗത്തിൽ കിട്ടുന്നത് നല്ലതാണ്. എൻ്റെ വനയാത്രയും ഭരതന്റെ അഭിഷേകവും ഒരേ കാലത്ത് നടക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ശാരീരികമായ അസ്വാസ്ഥ്യത്തിൽ നിന്ന് അദ്ദേഹം രക്ഷ പ്രാപിക്കും. അങ്ങേക്കും പൂർണ്ണ സംതൃപ്തി ലഭിക്കും. സംഭവങ്ങൾ എങ്ങനെയാണ് സ്വയം രൂപം കൊള്ളുകയെന്ന് ആർക്ക് പറയാൻ കഴിയും അമ്മേ? രാമനിൽ ഈ വാക്കുകൾ കേട്ടപ്പോൾ കൈകേയിയുടെ മനസ്സ് ആനന്ദം കൊണ്ടും ഭയം കൊണ്ടും നിറഞ്ഞു. രാമൻ നഗരത്തിൽ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ ഭരതൻ വരികയാണെങ്കിൽ എന്താണ് സംഭവിച്ചേക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അന്ന് തന്നെ രാമൻ വനത്തിലേക്ക് പുറപ്പെടണമെന്ന് നിർബന്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് കൈകേയി തീരുമാനിച്ചു. ഭയങ്കരം. അവൾ മറുപടി പറഞ്ഞു, ഭരതനെ അയോധ്യയിലേക്ക് വരുത്തുന്നതിനുള്ള നടപടികൾ ചെയ്തുകൊള്ളാം. എന്നാൽ അവൻ നഗരിയിൽ എത്തുന്നതുവരെ നീ ഇവിടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല. നീ തപസ്സുയുടെ ജീവിതം തുടങ്ങാൻ തീർച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് വനയാത്ര എന്തിനു വൈകിക്കണം? എന്താ കാരണമെന്നോ?
ആരംഭം വൈകിയാൽ നിന്റെ തിരിച്ചുവരവും അതിനനുസരിച്ച് വൈകൂലേ? അതുകൊണ്ട് ഇപ്പോൾ തന്നെ നഗരം വിടാൻ തയ്യാറാവുന്നത് ഉചിതമായിരിക്കും. ഓ, എന്താ! നിന്റെ അച്ഛന് സ്വയം തന്നെ ഇത് എന്നോട് പറയണമെന്നുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം താൻ തന്നെ അത് പറയണമെന്ന് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും നിന്നെ വളരെ സ്നേഹിക്കുന്നത് കൊണ്ട് ലജ്ജാബോധം അദ്ദേഹത്തെ അലട്ടുകയാണ് രാമൻ. എന്നോട് അദ്ദേഹം ചെയ്ത വാഗ്ദത്വവും നിന്നെ നേരിട്ട് അറിയിക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ട് രാമ. അതാണ് അദ്ദേഹത്തിന് ദുഃഖത്തിന് കാരണം. അദ്ദേഹത്തിന് മറ്റൊരു ദുഃഖവുമില്ല. നീ എത്ര വേഗം അയോധ്യയിൽ നിന്ന് വിട്ടുപോകുമോ അത്രയും വേഗം അദ്ദേഹം തന്റെ പ്രാണവേദനയിൽ നിന്നും മോചിതനാകും. ശരിയാണ്, പ്രാണവേദന ഇപ്പം തീരും. നീ അയോധ്യ വിടുന്നതുവരെ അദ്ദേഹം ഭക്ഷിക്കുകയോ കുളിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു രാമ. അതുകൊണ്ട് അദ്ദേഹത്തെ സുഖത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശീഘ്രം സ്ഥലം വിടുക. എന്നാൽ ഏറ്റവും നന്നായി. എനിക്ക് പറയാൻ കഴിയുന്നു. കിടക്കയിൽ കമിഴ്ന്ന് കിടക്കുന്ന ദശരഥൻ കൈകയുടെ ഹൃദയത്തിലുള്ള തുളച്ചു കയറുന്ന വാക്കുകൾ കേട്ടു. അദ്ദേഹത്തിന് ക്രോധവും ദുഃഖവും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവ്യക്തമായി ദോഷപൂർവ്വം പൊട്ടിത്തെറിച്ചു. വിശ്വാസഘാതകിയ രാക്ഷസി ലജ്ജാഹീനെ നന്ദൻ രാമന്റെ നേരെ തിരിഞ്ഞു. അമ്മേനെ വഴക്ക് പറഞ്ഞ് മകന്റെ നേരെ തിരിഞ്ഞു അദ്ദേഹം. രാമ രാമ എന്ന് 2 പ്രാവശ്യം വിളിച്ചു വീണ്ടും ബോധരഹിതനായി. രാമൻ കിടക്കയിലിരുന്ന അച്ഛന്റെ തല മടിയിലെടുത്തു വെച്ച് നെറ്റി തലോടി മധുരമായി സ്നേഹത്തോടുകൂടി ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. രാമൻ കൈകേയിയോട് പറഞ്ഞ, അമ്മേ, ലൗകികമായ സുഖാഭിലാഷങ്ങളുടെ വിഷബാധയുള്ള അത്യാർത്തി പിടിച്ചവനല്ല ഞാൻ. ജനങ്ങളെ എന്റെ വശത്താക്കി ഈ രാജ്യത്തിൽ ഭരണം സ്ഥാപിക്കാനുള്ള യാതൊരു ആഗ്രഹവും എനിക്കില്ല. ഞാനൊരു തപസ്വിയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ധർമ്മം തൃപ്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യാൻ ഞാൻ അഭിലഷിക്കുന്നു. അത്രയേ ഉള്ളൂ. എനിക്കൊരു തീരുമാനവും കൂടിയുണ്ട്. എൻ്റെ ഏറ്റവും ബഹുമാന്യനായ പിതാവിന് ആനന്ദം പ്രദാനം ചെയ്യുക. ഈ 3 ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ ഞാൻ എന്ത് പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാണ്. പുത്രന് പിതാവിനെ സേവിക്കുന്നതിനേക്കാൾ വലിയ ധർമ്മമില്ല, കൂടുതൽ നന്മയുമില്ല മാതാവേ. അതിനേക്കാൾ വലിയൊരു നന്മ എനിക്കില്ല എന്നാണ് പറയുന്നത്. അച്ഛൻ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആജ്ഞകൾ എന്താണെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ, ഇല്ലേ? അത് മതി. കൂടാതെ അങ്ങ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് സംസാരിക്കുന്നത്. അമ്മ പറയുന്ന അച്ഛൻ കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ മാറ്റം വരുത്താനോ നിഷേധിക്കാനോ അദ്ദേഹത്തിന് അസാധ്യമാണ്. ദേവിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അമ്മേ. അതുകൊണ്ട് ഞാൻ ആജ്ഞയ്ക്ക് വഴങ്ങുന്നു. പിതൃനിർദ്ദേശത്തിനനുസരിച്ച് നാടുവിടുകയും ചെയ്യുന്നു. അമ്മേ, എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. അത് നിറവേറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭരതൻ രാജ്യം ഭരിക്കുമ്പോൾ എല്ലാവിധത്തിലും അച്ഛന്റെ ആജ്ഞകൾ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവ അനുസരിപ്പിക്കണം അമ്മ. അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് അച്ഛന് ആനന്ദവും സംതൃപ്തിയും ഉണ്ടാകണം. തീർച്ചയായും ഓരോ പുത്രനും അച്ഛന്റെ ഹൃദയം സംതൃപ്തി കൊണ്ടും സന്തോഷം കൊണ്ടും പൂർണ്ണമാക്കുക എന്ന വ്രതത്തിനേക്കാൾ കൂടുതൽ പവിത്രവും കൂടുതൽ ഫലപ്രദവുമായ ഒന്നും തന്നെ വേറെ ഇല്ലമ്മേ. പിതൃസേവനം ചെയ്യുക എന്നത് പുത്രന്റെ സനാതന ധർമ്മമാണ്. അതുകൊണ്ട് അമ്മ അവനോട് പറയണം, അച്ഛനെ യാതൊരു തരത്തിലും വേദനിപ്പിക്കരുതെന്ന് അമ്മ പറയണം. ഈ വാക്കുകളോടുകൂടി രാമൻ നമസ്കാരം ചെയ്ത് കൈകേയി മാതാവിന്റെ പാദം സ്പർശിച്ചു. രാമൻ സംസാരിക്കുന്ന കേട്ട് രാമൻ വിശദീകരിച്ച ധർമ്മവും പ്രസ്പഷ്ടമാക്കിയ സമചിത്തതയും ആലോചിച്ച് ദശരഥന് രാമനോടുള്ള പ്രേമം പൂർവാധികമുത്തേപ്പെട്ടു. അതോടെ അദ്ദേഹത്തിന്റെ മുഖം നിയന്ത്രണാതീതമായി വർദ്ധിച്ചു. വേദന കൊണ്ട് പുളഞ്ഞു അദ്ദേഹം. രാമന് അയോധ്യയിൽ താമസിക്കുകയില്ല എന്ന് കേട്ട് ചക്രവർത്തി ഔചത്യത്തിന്റെ അന്തസ്സിന്റെ നിലവിട്ടു. രാമാൻ ഉച്ചത്തിൽ നിലവിളിച്ച് മുറിയുടെ കടുപ്പമുള്ള നിലത്ത് വീണു. അന്തഃപുരത്തിലെ സ്ത്രീകൾ ഈ വീഴ്ചയുടെ ശബ്ദം കേട്ട് ദുഃഖം കൊണ്ടും ആശ്ചര്യം കൊണ്ടും ഞെട്ടിപ്പോയി. അവരും ഉറക്കെ നിലവിളിച്ചു. ഇനിയും താമസിക്കുന്നത് ഉചിതമല്ലെന്ന് രാമന് മനസ്സിലായി. അദ്ദേഹം അച്ഛന്റെ മുമ്പാകെ നമസ്കാരം ചെയ്ത് അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ട് വന്ദിച്ച് മുറിയിൽ നിന്നും ഒരൊറ്റ പോക്ക് പോയി. അകത്തുനിന്നുണ്ടായ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ലക്ഷ്മണൻ വാദിത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കരഞ്ഞുപോയി. അദ്ദേഹത്തിന് കൈകേയിയുടെ നേരെ ഉഗ്രമായ രോഷമുണ്ടായി. അച്ഛന്റെ നേരെ ദേഷ്യവും ഉണ്ടായി.
തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അസാധ്യമാണെന്നുണ്ട് അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് അധോദൃഷ്ടയായി നമ്മുടെ ശിരസ്ഥനായി രാമനെ പിന്തുടർന്നു. തൽക്കാലം ഈ രാജ്യം നഷ്ടപ്പെട്ടുവെങ്കിലും വനത്തിലേക്ക് നാടുകടത്തപ്പെട്ടുവെങ്കിലും ശ്യാമമായ ആവരണത്തിൽപ്പെടാതെ തിങ്ങിക്കൂടിയ കാർമേഘങ്ങളുടെ പിന്നിലുള്ള ചന്ദ്രനെ പോലെ രാമന്റെ മുഖം പ്രശോഭിച്ചു. അവിടുത്തെ മുഖത്തെ തേജസ്സിന് ഒരു മാറ്റവും വന്നിരുന്നില്ല. കാരണം അവിടുന്ന് ബഹുമതിയും അവമതിയും തുല്യമായ മഹാമനസ്കതയോടെ അഭിമുഖീകരിച്ചു. അതുമാത്രമല്ല, രാമന്റെ ഉള്ളിലിരിപ്പ് ഇത് തന്നെയാണല്ലോ. ഇവിടെ ഇങ്ങനെ രാജാവായിരുന്നാൽ എങ്ങനെ രാവണനെ വധിക്കും? ഈ അവതാരത്തിന്റെ പ്രത്യേക ഉദ്ദേശം രാവണവധവും ആണല്ലോ. ദൃഢപരിശീലനം നേടിയ ഒരു യോഗിയെ പോലെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ക്ഷോഭത്തിന്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ രാമൻ പെരുമാറി. തനിക്ക് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ അവിടുന്ന് നടന്നു. രാജധാനിക്കുള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സുമന്ത്രനും മോഹിച്ചു. ഊഹം ക്ഷണത്തിൽ യാഥാർത്ഥ്യമായി. അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ ലക്ഷ്മണൻ പതിച്ചപ്പോൾ അദ്ദേഹത്തിന് ക്ഷോഭമുണ്ടായി. അദ്ദേഹത്തിന്റെ ഭയാശങ്കകൾ വർദ്ധിക്കുമാറ് തന്റെ ശിരത്തിനുപരി ഒരു പരിചാരകൻ നിവർത്തിപ്പിടിച്ചിരിക്കുന്ന വെൺകൊറ്റക്കുട മാറ്റാൻ രാമൻ പറഞ്ഞു. തനിക്ക് വേണ്ടി വെഞ്ചാമരങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതില്ലെന്നും ആജ്ഞാപിച്ചു. ഇനി രജതരഥം താൻ അർഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട സുമന്ത്രയുടെ കായിക ശക്തിയും മനഃശക്തിയും നശിച്ചു. അദ്ദേഹം ഏറ്റവും ഭയന്നിരുന്ന ആശങ്കകൾ സത്യമായി. അദ്ദേഹം ഇത് തന്നെ സംഭവിക്കുമെന്ന് പേടിച്ചുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ ചുറ്റുമുള്ള ആളുകളോടോ താൻ കണ്ടുമുട്ടിയ പൗരന്മാരോടോ രാമൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവിടുന്ന് ദുഃഖിതനായിട്ടല്ല, ഈ വാർത്ത കേട്ടാൽ മറ്റുള്ളവർ വേദനപ്പെടുമെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. അത്രമാത്രം തന്നെ ഇവിടുത്തെ അയോധ്യയിലെ പ്രജകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് രാമന് അറിയാമായിരുന്നു. കാരണം സംസാരിച്ച സത്യം തുറന്നു പറയേണ്ടി വരും. അങ്ങനെ തന്റെ വാക്കുകൾ കുടിവസനം വ്യാപിപ്പിക്കേണ്ടി വരും. എന്നിരുന്നാലും രാജധാനിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടക്കയാത്രയുടെ രീതി കണ്ടുനിന്നവരൊക്കെ ഈ ദുഃഖവാർത്ത അറിയിച്ചു. രാമൻ നേരെ സീതയുടെ വസതിയിലേക്ക് പോയില്ല. അതിനു പകരം അവിടുന്ന് കൗസല്യയുടെ കൊട്ടാരത്തിലേക്കാണ് കടന്നുപോയത്. ആഹ്ലാദോദ്ഘോഷണത്തിന്റെ ബാക്കി ചിഹ്നങ്ങളായ കൊടികളും തോരണങ്ങളും കൊണ്ട് രാജധാനി ഉജ്ജ്വലപ്രഭയുള്ളതായി കഴിഞ്ഞിരുന്നു. രാജധാനിയിലെ സ്ത്രീകളും മറ്റു പരിചാരകന്മാരും രാമലക്ഷ്മണന്മാരുടെ കൊട്ടാരത്തിലേക്കുള്ള ആഗമനത്തിന്റെ വിവരമറിഞ്ഞ് താലങ്ങളിൽ ദീപങ്ങൾ ജ്വലിപ്പിച്ച് അവരെ സ്വാഗതം ചെയ്യാൻ വരിവരിയായി നിന്നു. പ്രധാന പ്രവേശന ദ്വാരത്തിൽ വൃദ്ധന്മാരും വിശ്വസ്തരുമായ കാവൽക്കാർ ആ സഹോദരന്മാരെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ജയ ജയാ ശബ്ദം മുഴക്കി. ഭഗവാന്മാർക്ക് വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. അവർ താണു തൊഴുത് ആദരവ് പ്രകടിപ്പിച്ചു. രാമൻ ചതുരാങ്കണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവിടെ കൂടിയിരുന്ന ബ്രാഹ്മണർ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. മൂന്നാമത്തെ ചതുരാങ്കണത്തിൽ കടന്നപ്പോൾ രാജ്ഞിയുടെ യുവതികളായ പരിചാരികമാർ ഓടിച്ചെന്ന് രാമനും മനുജനും വരുന്നുണ്ടെന്ന സന്തോഷ വാർത്ത കൗസല്യാദേവി അറിയിച്ചു. രാജകുമാരന്മാരെ കണ്ടപ്പോൾ അവർ അതീവ സന്തുഷ്ടകളായി. പുറംവാതിൽ മുതൽ രാജ്ഞി ഇരുന്നിരുന്ന ഉള്ളിലെ മുറി വരെ നീണ്ട വഴിയുടെ ഇരുവശങ്ങളിലും നിന്ന കന്യകമാർ അശുഭം നീങ്ങാനും ആനന്ദത്തെയും ക്ഷേമത്തെയും സ്വാഗതം ചെയ്യാനുമായി ദീപങ്ങൾ വീശി കാണിച്ചു. ഈ മംഗളമായ മുഹൂർത്തത്തിൽ ഇന്ന് പറഞ്ഞ കഥകളൊക്കെ ശ്രീരാമചന്ദ്രന്റെയും എൻ്റെ പൊന്നിനെ കണ്ണന്റെയും തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശ്രീരാമചന്ദ്രന്റെ മംഗളം ചൊല്ലി എല്ലാം ആ തൃപ്പാദങ്ങൾ സമർപ്പിക്കാം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാക്ഷയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്ത വേദ്യായ മേഘശ്യാമളമുക്തയേ പുംസാമോഹന രൂപായ പുണ്യശ്ലോകായ മംഗളം. ശ്രീരാമചന്ദ്ര പ്രഭു പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ.